ബഹുമാനിയായിട്ടുള്ള ശ്രീമതി ദലീമ, ബഹുമാനപ്പെട്ട മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി. സർ, 38 വർഷക്കാലം പൊതുമേഖലയിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ച സ്ഥാപനമാണ് പട്ടണക്കാട് മിൽമ കാലിത്തീറ്റ ഫാക്ടറി. ഇത് ഇന്ന് വളരെയധികം പ്രതിസന്ധിയിലാണ് സർ. ഉൽപ്പാദനത്തിലെയും വിതരണത്തിലെയും പാകപ്പിഴകളും സർക്കാർ സബ്സിഡികൾ നിർത്തലാക്കിയതും കന്നുകുട്ടി പരിപാലനത്തിന് കാലിത്തീറ്റ ഉൽപ്പാദിപ്പിക്കാനുള്ള അംഗീകാരം സർക്കാർ വെട്ടിക്കുറച്ചതും മിൽമയുടെ തന്നെ 3200ഓളം വരുന്ന മിൽമ ക്ഷീര സംഘങ്ങളിൽ മറ്റ് സ്വകാര്യ കാലിത്തീറ്റകൾ വിൽപ്പന നടത്താനുള്ള അംഗീകാരം സർക്കാർ നൽകിയതുമൂലം ഈ സ്ഥാപനത്തെ അടച്ചുപൂട്ടലിൻ്റെ വക്കിലെത്തിച്ചിരിക്കുന്നു. ഇതിൽ പ്രധാനമായും മിൽമ കാലിത്തീറ്റ ഫാക്ടറി അറ്റാച്ച്ഡ് വിഭാഗം 115 കയറ്റിറക്ക് തൊഴിലാളികളെയാണ് പ്രധാനമായും ബാധിക്കുന്നത്. ഇവർ പ്ലാന്റിലെ സ്ഥിരം തൊഴിലാളികളാണ് സർ. എന്നാൽ ഇവർക്ക് വേതനം നൽകുന്നത് ഉൽപ്പാദനത്തിന് അനുസൃതമായാണ്. ഇപ്പോൾ ഉൽപ്പാദനം നടക്കാത്തതുകൊണ്ട് ഇവർക്ക് മാസം തുച്ഛമായ വേതനമാണ് ലഭിക്കുന്നത്. ഇവരുടെ കുടുംബം ഇന്ന് പട്ടിണിയിലാണ് സർ. മിൽമയ്ക്ക് സർക്കാർ സബ്സിഡി നൽകുക, മിൽമയുടെ 3200ഓളം വരുന്ന ക്ഷീരസംഘങ്ങളിൽ 50% മിൽമ കാലിത്തീറ്റയും 50% സർക്കാർ ഉടമസ്ഥതയിലുള്ള കേരള ഫീഡ്സും മാത്രമേ എടുക്കാവൂ എന്ന നിയമം കൊണ്ടുവരണം. ഇങ്ങനെ കൊണ്ടുവന്നാൽ പ്രൈവറ്റ് മേഖലയിലെ ഗുണനിലവാരമില്ലാത്ത കാലിത്തീറ്റ പൂർണ്ണമായും നിർത്തലാക്കാൻ സാധിക്കും. കന്നുകുട്ടി പരിപാലനത്തിന് കാലിത്തീറ്റ ഉൽപ്പാദിപ്പിക്കാനുള്ള അവകാശം 50%എങ്കിലും മിൽമയ്ക്കും നൽകുക. ഇതിപ്പോൾ മുഴുവനായും കേരള ഫീഡ്സിനാണ് നൽകുന്നത്. ത്രിതല പഞ്ചായത്തുകളിൽ പദ്ധതി വിഹിതത്തിൽ ഉൾപ്പെടുത്തി ക്ഷീര കർഷകർക്ക് സബ്സിഡി നിരക്കിൽ കാലിത്തീറ്റ വിതരണം ചെയ്യുന്നുണ്ട്. ഇതിൽ മിൽമ കാലിത്തീറ്റയെ കൂടി ഉൾപ്പെടുത്തുക. അതിന് സർക്കാർ ഇടപെടണം എന്നും മിൽമയുടെ പ്രതിസന്ധി പരിഹരിക്കണമെന്നും ഈ സബ്മിഷനിലൂടെ ഞാൻ അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി. സർ, വിശദമായ ഒരു റിപ്പോർട്ട് ഈ സബ്മിഷനുള്ള മറുപടി പറയുന്നുണ്ട്. പക്ഷെ ഞാനിപ്പോൾ അത് വായിക്കുന്നില്ല. ടേബിൾ ചെയ്യാം. താങ്ക് യു.